അപ്പം അമ്മ ഇവിടെ ഈസ്റ്റർ പ്രമാണിച്ച് ഉള്ള കുക്കിംഗ് ചികിത്സയിലാണെന്ന് ഞാൻ പറയാൻ വന്നത്. എന്തോ ഉണ്ടാക്കുന്നത്? ചിക്കൻ 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 പെരട്ട് സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേക്കോട്ടെ. ചിക്കൻ സ്പെഷ്യൽ എന്ന് ഈസ്റ്റർ അല്ലേ, അപ്പം ഈസ്റ്റർ ആയിട്ട് നമുക്ക് വലിയ പരിപാടികളൊക്കെ ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ല. ലിജി ഉണ്ടായിട്ട് നമുക്കൊരു ഈസ്റ്ററിനൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ലിജി എന്താണ്ടൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തല്ലേ, പക്ഷെ ഒന്നും നടന്നില്ല. പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച നടന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ചിക്കൻ ആണ് കേട്ടോ. ഇതിനകത്ത് പല സാധനങ്ങളും ഇല്ല കേട്ടോ. അതങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ, അങ്ങനെയാണല്ലോ ഒരു മിനിറ്റ്, അതങ്ങനെയാണല്ലോ നമുക്ക് പല സാധനങ്ങളും ഇടയ്ക്ക് ഉണ്ടാവില്ല. പുതിനയിലൊന്നും ഇല്ല, അതിന് ഓരോ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ മസാല ഇടാൻ പോലെ ചിക്കൻ മസാല. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിൽ അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ വേറെ വെറൈറ്റി ആയിട്ട് ഇത് ഒരുപാട് പേർക്ക് അറിയാതിരിക്കും കേട്ടോ. ചിക്കൻ പെരട്ട്, അതാണ് സംഭവം. ചിക്കൻ പെരട്ട് ഒന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ പിന്നെ വേണ്ടി വരും. നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തൊരു ചിക്കൻ പെരട്ട്. അതാണ് സംഭവം. അപ്പൊ അതെന്താ പരിപാടി? ആദ്യം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ചേർത്ത് മസാല വരട്ടി വെക്കണം. കുറച്ച് മസാല, ഗരം മസാല പൊടിച്ചതുണ്ട്, അപ്പൊ അതും കൂടെ. ബിരിയാണി മസാല പൊടിച്ചതാ. ബിരിയാണി മസാല. അപ്പൊ അത് ചിക്കൻ മസാല ഇട്ട് വെക്കാൻ പോവാം. മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു. ആദ്യമേ ചിക്കൻ മസാല ഇട്ട് വെക്കണം, എന്നിട്ടാണ് പരിപാടി അല്ലേ? അതെ. കുറച്ച് മുളകിനൊക്കെ അളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കണക്ക്. ചിക്കൻ എടുക്കുന്നു അത്ര ചിക്കൻ അനുസരിച്ചുള്ള സാധാരണ ഒരു മസാല, അത്യാവശ്യം ഒരു എരിവൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഉള്ള മസാല പരിപാടി അല്ലേ. പിന്നെ കുറച്ച് ഉപ്പിടണം, കുറച്ച് ഉപ്പ് ചിക്കന് പിടിക്കാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ബാക്കി പിന്നീട് മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പം ഇട്ട് കൊടുക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ മസാല, ഗരം മസാല അല്ലേ, ബിരിയാണി മസാലയുടെ ഒരു മസാലയാണ് കേട്ടോ. അപ്പം അതുകൂടെ ചേർത്ത് ഇത് മിക്സാക്കി വെച്ച് വെക്കണം. എന്നിട്ട് നമ്മുടെ അപ്പുറത്ത് ആ പാത്രം വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിനകത്ത് ഓൾറെഡി ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഗരം മറ്റേ എന്തൊരു മസാല, എന്തൊരു ജീരകവും പെരിഞ്ജീരകവും പട്ടയും എല്ലാം ഗ്രാമ്പും എല്ലാം കൂടെ ഇട്ടെന്ന് എണ്ണയിലിട്ടെന്ന് തേങ്ങാ കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഞാൻ മൂപ്പിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റി കറി അല്ലേ, ഇരിക്കട്ടെ ഒരു വെറൈറ്റി കറി. അതെന്ന് വെച്ചിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. വേണ്ട, സാധാ ചോറ് വെച്ച് കഴിഞ്ഞു. അതിനകത്ത് ഇപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഇതൊക്കെ ഇട്ടൊരു കറക്കിയതെടുത്താല് നെയ്ച്ചോറാവും. അത് പിള്ളേരെ പറ്റിക്കാം. അപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് പറയില്ലേ, ഈ ഒരു പരുവത്തിലൊന്ന് എരിവ് പിടിക്കുക, ഉപ്പ് പിടിക്കുക, ഒക്കെ ഇരിക്കുക. കാരണം നമ്മള് വേറൊരു പരുവത്തിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിക്കൻ പെരട്ട്. അതെ, നമ്മുടെ ചിക്കൻ പെരട്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഇനി അടുത്തത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി എണ്ണയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കട്ടെ. അത് ഇടാൻ പറ്റിയില്ല, അത് വിട്ടുപോയി. ചിക്കൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ മൂപ്പിക്കല്ല. അതെ, മറ്റേ ഇത് എണ്ണയിലിട്ട് മൂപ്പിക്കുന്ന പരിപാടി അല്ല. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടങ്ങ് ഇളക്കിയെടുക്കാം. കാരണം ചെയ്യാൻ പോകുന്ന വേറൊരു വെറൈറ്റി സംഭവമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ വെറൈറ്റി ആയിരിക്കും. എല്ലാരും ചെയ്യുന്നതിനൊക്കെ വെറൈറ്റി, ഫുൾ വെറൈറ്റി ആയിരിക്കും. അവസാനം കഴിക്കാൻ കിട്ടിയാൽ മതി. വെറൈറ്റി ഒക്കെ കൊള്ളാം, അതൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പം അതാണ് സംഭവം കേട്ടോ. രാവിലെ ദേവൻ ഇറച്ചിയൊക്കെ വാങ്ങി തന്നിട്ട് കളിക്കാൻ പോയേക്ക് ഇപ്പൊ വരും കേട്ടോ. അമ്മാമ്മേ അറിയായില്ലേന്ന് ചോദിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടില് സമാധാനം ഇല്ലാത്ത അവന് മാത്രമേ, ദേവന് മാത്രം. ചിക്കൻ കണ്ട അവന്റെ പ്രാണൻ. ബീഫും പിന്നെ അത്ര ഇല്ല, ചിക്കനാ ഭയങ്കര ഇഷ്ടം. ചിക്കൻ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ ഭക്ഷണം കഴിപ്പൊന്നുമില്ല. അപ്പൊ നമ്മുടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, ചിക്കൻ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു കുക്കിംഗ് വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു പരീക്ഷണം. എന്നും അല്ല സവാളയൊക്കെ വയറ്റി അങ്ങനെ കഴിക്കുന്ന ഒരു രസമില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ തീ കുറച്ച് വെച്ചേക്കും. ഓൾറെഡി നമ്മള് പെരുംജീരകവും അതൊക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത നമുക്ക് മുളക് പൊടി, മെയിൻ പരിപാടി തുടങ്ങാൻ പോവാം. മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. അല്ല, മുളക് പൊടി വേണം. മുളക് പൊടി ചിലപ്പോ നമ്മള് എണ്ണയിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. വെള്ളത്തിൽ കലക്കി എടുക്കണം. അല്ല, വെള്ളത്തിൽ കലക്കണ്ട, അങ്ങോട്ട് ഇട്ടട്ടെ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. ശരി. അതാണ്ടേ എണ്ണ ഇവിടെ കിടക്കുക.
ഇന്ന് ഫുള്ള് വെറൈറ്റി ആയിട്ട്. അപ്പുറത്ത് ലിജിയും ശ്രീകുട്ടനും അവിടെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നുള്ളത്. കിടക്കുന്നതെന്നുള്ള ഒന്നുമില്ല, ചിക്കനും കിട്ടാൻ മതി അല്ലേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ? ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മൾ ചട്ടി ഒരുപാട് നേരം ചൂടായി കിടന്നത് കൊണ്ടങ്ങ് ഒഴിച്ചതാണ്. അതെ, ചട്ടി ഒരുപാട് നേരമായിട്ട് ഞങ്ങൾ വീഡിയോ തുടങ്ങി, പ്ലാനൊക്കെ തുടങ്ങിയതിന് ശേഷം, അതെ, കുക്കിംഗ് തുടങ്ങിയതിന് ശേഷമാണ്. എന്നാൽ പിന്നെ നമുക്കതൊരു വീഡിയോയിൽ കാണിച്ചു നോക്കാം, എന്തെങ്കിലും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില, അപ്പോൾ അതിൻ്റെ കൂടെ പുതിനയോ അല്ലേ, മറ്റേ ഇറച്ചിയിലയൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുവാണ് സംഭവം. ഇനി അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം സെറ്റപ്പായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇടാം, ചിക്കൻ ഇടാം അല്ലേ. അതാണ് ഫുൾ വെറൈറ്റി ആണ്, ഫുൾ വെറൈറ്റി സംഭവം. ഓക്കെ, അപ്പം ചിക്കൻ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെയാണ് മുളകുപൊടി കുറച്ചിട്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ എരിവ് ഭയങ്കരമായിട്ട് കയറിപ്പോവും. ഒരുപാട് എരി ആയാലും പാടാം, ടേസ്റ്റ് മാറിപ്പോവും. ഇത് അടിപൊളി വെറൈറ്റി സംഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്കൻ വെറൈറ്റിയിൽ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ എണ്ണ കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് ചിക്കൻ ഇതാവാനുള്ള ഇത് കൂടും കേട്ടോ. ചിക്കൻ ഒന്ന് നല്ലതുപോലെ പെട്ടെന്ന് എണ്ണയിലൊന്ന് വെന്ത് വരും. ഇപ്പം നമ്മൾ എണ്ണ അധികം ചേർക്കേണ്ടത് കരുതിയാണ് നമ്മൾ എത്ര ആക്കിയത്. ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ സാധനം ആയിക്കോട്ടെ എന്ന് കരുതി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സംഭവം മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചാൽ നല്ലപോലെ ആവിയൊക്കെ ഒന്ന് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സവാള ഇടാം. അതിൻ്റെ ഇടയ്ക്ക് തക്കാളി ഇതാക്കണമല്ലേ, തക്കാളി ജ്യൂസ് അടിക്കണം. തക്കാളി ജ്യൂസ് അടിക്കാൻ പോകണം. തക്കാളി ജ്യൂസ് അടിച്ചാൽ ഫുള്ള് വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഫുള്ള് നിങ്ങൾ കണ്ടോ, വെറൈറ്റി സംഭവമായിരിക്കും. ചിക്കൻ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും. സാധാരണ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ സ്ഥിരം ഡയലോഗാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് വേസ്റ്റാക്കി എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ തേവിട്ടിരുന്ന് ഇങ്ങനെ സെറ്റായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോഴും തേങ്ങാക്കൊത്ത് ലാസ്റ്റ് ഇടാം അല്ലേ. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം അതായത് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ ശാലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കും. ആ സമയത്ത് ഇട്ട് വിട്ടു അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ പരിപാടി? ഇനി ആവി ഒക്കെ വന്നേ ചിക്കൻ വെന്തോന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളം ഇത്ര ഇറങ്ങി. അതെ, ആ രീതിയിൽ ചിക്കൻ അത്യാവശ്യം ഒന്ന് റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇടാം. സവാള മൂപ്പിക്കാതെ ഇടാൻ പോവാം. അതാണ് ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി നമ്മുടെ ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സവാള നമ്മുടെ ചിക്കൻ ഇങ്ങനെ മസാല ഇട്ട് എണ്ണയിൽ ഇങ്ങനെ ജസ്റ്റ് വേവിച്ചെടുത്ത് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ എണ്ണ മൂപ്പിച്ചില്ലെങ്കിൽ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിൽ അതെ, വെള്ളം ശരിക്കുണ്ട് കേട്ടോ. ചിക്കൻ അത്യാവശ്യം വെള്ളം ഉണ്ട്. അപ്പോൾ അതിൽ വെന്തോളും എന്നുള്ളതാണ് അതിൻ്റെ രീതി. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക, ചിക്കനകത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഇടാണ്ടോ? ഇതിനകത്ത് ഇനി മസാല ഇച്ചിരി ഇടാം. ചിക്കൻ മസാല അല്ല, മറ്റേ നമ്മുടെ ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഭവം. ഒരു വെറൈറ്റി സംഭവമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അല്ലേ. ഇതിൽ ചിക്കൻ മസാല നമ്മൾ ചേർക്കുന്നില്ല, നമ്മുടെ ഗരം മസാല പൊടിച്ചത് മാത്രം ഇട്ടാൽ മതി, മണത്തിന് വേണ്ടിയിട്ട്. അത് തന്നെ ചിക്കൻ മസാലയ്ക്കകത്ത് പിന്നെ മുളക് പൊടിയൊക്കെ ചേരുന്നത് കൊണ്ടാണ് ഒരു കളർ വ്യത്യാസം വരുന്നത്. നമ്മുടെ ഗരം മസാല പൊടിക്കുന്നത് തന്നെ. പിന്നെ അതിനകത്ത് കറിയാപ്പടിയും ഇങ്ങനെ വെച്ച് നല്ലപോലെ അങ്ങ് ആവിയിൽ നിന്ന് വെന്ത് വരട്ടത്. തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക. തക്കാളി അപ്പം കുറച്ച് ഗരം മസാല പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കട്ടെ. ചിലപ്പോൾ പാത്രം ചിലപ്പോൾ തറയിൽ പോയി. അതെ, ചിക്കൻ പുരട്ടി ചിലപ്പം. അപ്പോൾ അടിപൊളിയായിട്ട് കേട്ടോ സംഭവം. ഒരു വേറെ വെറൈറ്റി ആയിട്ടുണ്ട് സാധാരണ ചിക്കൻ കറിയൊക്കെ അല്ലേ. അതെ, ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കണം. ഒരു പരീക്ഷണമാണ് ഈസ്റ്ററിന് അന്നത്തെ. ഇങ്ങനെ പരീക്ഷണം അല്ലയോ വിജയിക്കുന്നത്.
ഒരു തോൽവിയിൽ നിന്നാണ് ഒരു ജയത്തിലേക്ക് പോകുന്നത്. അല്ലാതെ എല്ലാരും ജയിച്ചിട്ടല്ലല്ലോ. ഓഹോ, എന്നാലും ആദ്യമായിട്ട് ഞാൻ എന്തായാലും ഒന്ന് പരാജയപ്പെടും. അതെ, ആദ്യം ഒരു പരാജയം എന്തായാലും ഉണ്ടാവും, പിന്നെ രണ്ടാമത് കയറി പോകും. പക്ഷെ ചിലപ്പോ ഇതിലൂടെ വിജയിക്കും, പറയാൻ പറ്റില്ല. അതെ, നമുക്ക് എന്തായാലും കുറച്ചു നേരം ഒന്ന് വേവിച്ച് വെച്ചിട്ട് പിന്നെ വരാട്ടോ. അപ്പൊ ഇത് വിജയിച്ചാൽ നമ്മളൊരു ഹോട്ടൽ തുടങ്ങില്ലയോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അതെ, എന്നാലും വയറ്റി വരട്ടെ അതില്ലേ. അതെ, ആഗ്രഹമുണ്ട് ഹോട്ടലൊക്കെ തുടങ്ങണമെന്നുള്ള. ചെറുതായിട്ട് നമ്മുടെ മുറ്റത്ത് ചെറിയൊരു കടയൊക്കെ ഇട്ട് വീട്ടിലൂണെന്നും പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹമുണ്ട്. അത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ അവസാനം അത് ഒരു ഫലമായി കാണുന്നത് അല്ലേ? ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചെങ്കിലേ അത് നടക്കത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കാതിരുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോൾ അത് നടന്നു വരട്ടെ. അതെ, അപ്പൊ നിങ്ങളെല്ലാരും മണ്ഡലത്തിൽ വരുവാണെ ഞങ്ങളുടെ കടയിൽ വരണം, ഭക്ഷണം കഴിക്കാനായിട്ട് വരണം കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ തട്ടിക്കൂട്ടും. ഇപ്പം പറ്റുന്നില്ലെന്നേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാന്ന് കരുതി അല്ലേ? പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. ഒരാഗ്രഹമുണ്ട് ഓണത്തിന് മുമ്പൊക്കെ അതൊന്ന് സെറ്റപ്പ് ആക്കണമെന്നുള്ളത്. നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല, വേറെ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും കയ്യിലൊരിച്ചിരി പാചകം അറിയാമല്ലോ, അപ്പൊ അതുകൊണ്ട് തട്ടിക്കൂട്ടി പോകാൻ വിചാരിച്ചു. അതെ, ഒരുവിധം പറ്റിയിട്ടുണ്ട്. വെള്ളമായിട്ടോ നമ്മളൊരു പീസൊക്കെ കണ്ടോ, വലിയ പീസായിരുന്നു. ഇപ്പൊ എല്ലാം ചുരുങ്ങി. ചിക്കനൊക്കെ നല്ല വെള്ളം കൊടുത്തിട്ടാ വിൽക്കുന്നത്, നല്ല വെയിറ്റ് ഒക്കെ കിട്ടുമായിരിക്കല്ലോ. വലിയ പീസായിരുന്നു കേട്ടോ. ചിക്കനെല്ലാം ചുരുങ്ങിപ്പോയി, ഒരുപാട് ചിക്കൻ ചെലവാകുന്നു. ഞാൻ അന്നേരം ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയും ചെയ്തു ചെറിയ പീസ് ആക്കിയാലെന്തായിരുന്നെന്ന്. പക്ഷെ ഇപ്പൊ ചെറിയ പീസ് ആക്കേണ്ടെന്ന് ആരും വന്നില്ല. ഇങ്ങനെ ഇത് ചെയ്യുമ്പോ ചെറിയ പീസ് ആക്കുന്നത് നല്ലത് ശരിക്കും പറഞ്ഞാല് വേവാനായിട്ട്. ഇനിയിപ്പോ നമ്മളെന്ത് ഒഴിച്ചു കൊടുക്കുന്നത്? തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാപ്പീര ഇട്ടോ? തേങ്ങ ഇല്ല, തേങ്ങാപ്പീരൊന്നും വേണ്ട. ഇനി വെള്ളം ചേർക്കണ്ടല്ലോ ഇറക്കി? വേണ്ട വേണ്ട, ഒരുപാട് വെള്ളമായി. നമ്മൾ സെറ്റപ്പിൽ തുടങ്ങിയത് കേട്ടോ. പക്ഷേ സംഭവം നടന്നത് ഇങ്ങനെയായിപ്പോയി. ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ട്. ആദ്യം ഒരു ശകലം ആ എണ്ണയ്ക്കകത്ത് മുളക് പൊടി ഇട്ടപ്പോഴേ ഒരു 1/4 ഗ്ലാസ് വെള്ളം പോലും ചേർത്തില്ല. കുറച്ച് വെള്ളം ആ മുളക് പൊടി ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് അതങ്ങ് പറ്റുകയും ചെയ്ത്. നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇടാം. അടച്ചു വെച്ചാൽ നമ്മുടെ കറി റെഡി ആയില്ലേ? അതെ, നല്ലപോലെ തുറന്നാൽ മതി. പറ്റട്ട് കുറച്ചും കൂടെ പറ്റിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വെറൈറ്റി ചിക്കൻ കറി. സാധാരണ വെക്കുന്നതിൽ വ്യത്യാസമായിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. സാധാരണ ചെയ്യുന്നതിനേക്കാളും സാധനങ്ങൾ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ മിക്ക വീഡിയോയിലും ഉണ്ട്, ഏതെങ്കിലും ഒന്നും ഇല്ലാതിരിക്കും. മറന്നു പോകും, അത് ചിലപ്പം കാണത്തില്ലായിരിക്കും. പിന്നെ എന്തായാലും കഴിക്കാൻ നേരത്ത് കാണിക്കാം. അതെ, ഈസ്റ്ററിന്റെ ആ ഒരു ഇത് നമുക്ക് കഴിക്കാൻ നേരത്ത് കാണിക്കാം. അടച്ചു വെക്കട്ടെ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പോകണം. ഇതെന്താ കക്ക വെച്ചാൽ കുറച്ച് കക്കാണ് പൊയ്യ എടുത്ത് വെച്ചേക്കാം. അപ്പം നമ്മുടെ കൂടെ പയറ് തോരൻ, വള്ളിപ്പയറ് തോരൻ, കുറച്ച് ചീനി, ഉണക്കക്കപ്പ, ഉണക്കച്ചീനി, എന്തോ കഞ്ഞിവെള്ളം. നമ്മൾ ചിക്കൻ റെഡിയായി അരങ്ങിൽ റെഡിയായിട്ടിരിപ്പുണ്ട്. ഒരുമാതിരി തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മുടെ ഈ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പെരട്ട് അല്ലേ, ചിക്കൻ പെരട്ട്. അങ്ങനെ വെച്ചാൽ അത് ഗ്രേവി ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഈസ്റ്റർ ഭക്ഷണം സദ്യ അച്ഛൻ്റെ അവിടെ ഇരുന്ന കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കരമായ ചൂട് കേട്ടോ. ചൂട് സഹിക്കാൻ വയ്യ, ഒരു തരത്തിലും സഹിക്കാൻ വയ്യ. എന്താ ലിജി എന്താ പറഞ്ഞത്? കുറച്ച് ചോറ് മതി ലിജിക്ക്. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഈസ്റ്റർ സദ്യയാണ് കേട്ടോ. ഒക്കെ അവനെ പറഞ്ഞ അകത്ത് വിട്ടാണ് കേട്ടോ. ദോശ കഴിച്ചോ? അതാ. ലിജിക്ക് എന്താ വേണ്ടേ? കപ്പ വേണോ ചോറ് വേണോ? അത്രയും വേണ്ടും വേണ്ട. ചോറ് അതൊന്നും കഴിക്കാനല്ല, വെച്ചു കൊടുത്തോ. ഒരു രുചി എല്ലാം അലങ്കാരത്തിലാണ് കഴിക്കുന്നത്. പിന്നെ മുഖത്തെ ഒരു സന്തോഷം നോക്കണേ, ഒരു ലെഗ് പീസ് കിട്ടിയത്. എന്തോണ്ട്? ശ്രീകുട്ടനും കൂടെ ലെഗ് പീസ് പിടിച്ചോ? ശ്രീകുട്ടാ, ഈ ആൾക്കാരൊന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം ഉണ്ട്. ഇത്
അവിടെ ഇവിടെ ചകഞ്ഞു വെച്ചിട്ട് മതി എന്ന് പറയുന്ന ആൾക്കാർ ഇവരൊക്കെ. കപ്പ വേണ്ട ലിജി? വേണ്ട. കപ്പ വേണ്ടേ? കറി ചാറ് വേണ്ട. എന്താ കറിയുള്ള? കേട്ടില്ല. വേറെ എന്താ കറി? വേറെ ഒന്നുമില്ല, തോരൻ കേട്ടോ. തോരൻ വരട്ടെ. അങ്ങനെ ഈസ്റ്റർ ദിനത്തിൽ ലിജി ഭക്ഷണം വാരി കഴിക്കാൻ പോവാണ്. ആ, എല്ലാവർക്കും വിശ്വാസംസകൾ അറിയിച്ചായിരുന്നു. അല്ല, വിശ്വല്ല, സോറി, ഫുള്ള് തെറ്റുമാണ്. ഈസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ പെരുന്നാളിന് ഞാൻ നോമ്പ് എന്ന് പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ നോമ്പല്ല, പെരുന്നാളാണ്. ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ഇട്ട് തെറ്റിപ്പോയി ഒരുപാട് കാര്യങ്ങളല്ല. ഞാൻ പറ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ കേട്ടോ. ഭയങ്കരമായ ചൂട് കേട്ടോ. ചൂടായിട്ട് അച്ഛൻ ആ മുറിയിൽ ആ ഫാൻ്റെ കീഴിലിരിക്കുക. അവിടെയാണ് ഏറ്റവും നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലം, ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്നത്, ഇല്ലേ? വെള്ളം ആര്? ഞാനോ? ചോറ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ വേണ്ട, കഴിച്ചിട്ട് കുടിച്ചാൽ ശ്രീകുട്ടൻ ലെഗ് പീസ് അങ്ങനെ ഉണ്ടല്ലോ ശ്രീകുട്ട. കൊള്ളാവോ? ഒരു പീസ് ഒന്ന് കടിച്ച് കാണിച്ച് നോക്കട്ടെ. എൻ്റെ ജഗതി അടിക്കുന്ന കണക്ക്. ഓ, അടിപൊളി കറി. കൊള്ളാവോ? അമ്മമ്മയുടെ പുതിയ വെറൈറ്റി കറിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സാധാരണ ചിക്കൻ കറിയെ പോലെയാണോ അതോ വേറെ വ്യത്യാസമൊന്നുമുണ്ടോ? വ്യത്യാസമുണ്ടോ? ഓ അമ്മോ, ചിക്കൻ കറി അടിപൊളിയാണോ? ഇനി രുചി പറയട്ടെ, ചിക്കൻ കറി അടിപൊളിയാണോ? ആ ലെഗ് പീസിനടുത്ത് കടിച്ചിട്ട് പറ കൊള്ളാവോന്ന്. ഉണ്ടോ? ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വളരെ നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ ഇപ്പം? സാധാരണ പോലെ. നേരത്തേക്ക് ഓരോരുത്തർ പറയായിരുന്നു കൈ വിറയലാണ് അതാണ് എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയല്ലോ. മാറിയത് പൂർണ്ണമായിട്ടില്ല, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഓരോ ആംഗിളിൽ കൈ വെക്കുമ്പോൾ ഉണ്ടാവും. ചിക്കൻ കറി എങ്ങനെ ഉണ്ടോ നോക്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കഴിച്ചോ. ഇല്ല, ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി ചിക്കൻ കഴിക്കുന്ന പോലെ ഉണ്ട് ചിക്കൻ കഴിച്ചപ്പോൾ. അങ്ങനെ ഇരിക്കല്ലേ, മണ്ടയ്ക്കർ. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? വെള്ളമാണോ? ഓ, ഇഞ്ചി വെള്ളം പിടിച്ചോളൂ. അത് നിറഞ്ഞു പോടി. ആ, എന്നുവെച്ചാൽ വെള്ളം കിട്ടാത്ത സാധനമാണല്ലോ. തനി പിടിച്ചൂടി. ചിക്കൻ കറിയെ കുറിച്ച് വേണ്ട അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സൂപ്പറാണോ? അപ്പോൾ എടാ ഭയങ്കര ലിജി പറഞ്ഞ് ഈ ചിക്കൻ കറിയുടെ കൂട്ടെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനും അമ്മയും മാത്രം ഈ രഹസ്യം ഒളിച്ചിരിക്കട്ടെ. ശ്രീകോട്ടെ പറയാം, എന്തായാലും നാളെ വീഡിയോ വരുമല്ലോ. വീഡിയോ കാണാം. എന്തോ? ആ, രാശിക്ക് ഞാൻ വീഡിയോ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കറിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഒരു ഇച്ചിരി കപ്പ ഇങ്ങനെ എടുക്കാം. കപ്പ എടുത്ത് ഇങ്ങനെ ഇച്ചിരി കപ്പ തൈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് ഒരു ചിക്കൻ പീസൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് കുറച്ച് കപ്പ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ആ അമ്മ അടിപൊളി കറി, സൂപ്പർ കറി. അതെ, കടലുണ്ടല്ലോ, കഴിച്ചോ? അത് എങ്ങനെ ഉണ്ടത്? കൊള്ളാം, നല്ല കറി. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. സാധാരണ എന്നും സവാളയൊക്കെ വഴറ്റി കുറേ സമയം പോകുന്നത്, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ആ, സവാളയൊക്കെ അലിഞ്ഞു പോയി. പക്ഷേ അല്ലേ, സവാള വെന്ത് പോയി. ശരിയാണ്, അത് കാണാനേ ഇല്ല. നമ്മൾ ലാസ്റ്റാണ് സവാള ഇട്ടത്. അല്ലേ? അപ്പം ഈസ്റ്ററിൻ്റെ ഞങ്ങളുടെ ഭക്ഷണം ഇതൊക്കെയാണ്. അപ്പം
ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ. കഴിച്ചിട്ട് വന്നു ഫ്രണ്ട്സേ, ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ. നമ്മുടെ ഈസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഉച്ചയ്ക്ക് ചോറുണ്ടു, അതാണ് ഈസ്റ്റർ കേട്ടോ. രാവിലെ അങ്ങനത്തെ പള്ളിപ്പോക്കും പരിപാടികളൊന്നും ഇല്ലല്ലോ. വണ്ടി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലേ ഞങ്ങൾ എവിടെയും പള്ളിയിൽ പോയല്ലേ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ, വളരെ സന്തോഷം, സമാധാനം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ പയ്യെ അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഓരോ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അച്ഛനവിടെ കിടന്ന്, ശ്രീകുട്ടും ദേവനും അപ്പുറം കിടന്ന്, അമ്മ അപ്പുറത്തേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് പോകാൻ കരുതി. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. രുചിയും കിടക്കാൻ പോവാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.